The gradual downfall of America in 2020. 2020 ആകുമ്പോഴേക്കും അമേരിക്കയുടെ തകർച്ചയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ജനറൽ ഹോഫ് എഴുതിയ ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം അമേരിക്കയുടെ എയർഫോഴ്സിന്റെ നേതാവായിരുന്നു. അദ്ദേഹം എയർഫോഴ്സ് ചീഫ് ആയിരുന്നു. അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ കൊറിയയിലെ സായുധ സേനയുടെ നേതാവാണ്. അമേരിക്കൻ ഡിഫൻസ് മിനിസ്ട്രിയുടെ അഡ്വൈസറാണ്. അങ്ങനെയൊക്കെ ജോലി ചെയ്തൊരു മനുഷ്യൻ പ്രഗത്ഭമായ ഒരു പുസ്തകം എഴുതി. ജനറൽ ഹോഫ് അദ്ദേഹത്തിന്റെ The gradual downfall of America in 2020. 1992 അവരത് പ്രഖ്യാപിച്ചു. അമേരിക്ക തകരാൻ പോവുകയാണ്. അമേരിക്ക എന്ന് പറയുന്നത് പാശ്ചാത്യൻ സംസ്കാരം എന്നാണ്. ആ സംസ്കാരം ഇന്ന് ഇന്ത്യയിലുണ്ട്, ബാംഗ്ലൂരിലുണ്ട്, നമ്മുടെ മാംഗ്ലൂരിലുണ്ട്, ബോംബെയിലുണ്ട്, ഡൽഹിയിലുണ്ട്. ഈ ആഭാസമായ സംസ്കാരമാണ് നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ മക്കളുടെ മൊബൈൽ ഫോണിലൂടെ, നമ്മുടെ വീട്ടിലുള്ള TV സ്ക്രീനിലൂടെ നമ്മുടെ വീട്ടിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 2020 ആകുമ്പോഴേക്കും ഈ സംസ്കാരം തകരാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു പ്രഗത്ഭനായ എഴുത്തുകാർ. കൊളിൻ വിൽസൺ അദ്ദേഹം ഫാൾ ഓഫ് സിവിലൈസേഷൻ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. സംസ്കാരങ്ങളുടെ പതനം എന്നാണ് ഇതിനർത്ഥം. അദ്ദേഹം പറയുന്നു, we are the pig societies. നമ്മൾ പന്നികളുടെ സംസ്കാരമാണ്, സാമ്രാജ്യമാണ്, സമൂഹമാണ് എന്ന് അദ്ദേഹം വളരെ സർക്കാസ്റ്റിക്കലി, പരിഹാസ്യരൂപേണ ഈ അഴിഞ്ഞാടുന്ന സംസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞു. We are a nation with no connection, no depth. Our depth is in the fall. We are a nation without religion, no relief. സംസ്കാരമില്ലാത്ത, മതമില്ലാത്ത സമൂഹമാണ് നമ്മൾ. നമ്മുടെ ആഴം, നമ്മുടെ പതനമാണ്. നമുക്ക് അടിവേരുകളില്ലാത്ത, ബന്ധങ്ങളില്ലാത്ത ഒരു സംസ്കാരമാണ് നമ്മുടേതെന്ന് ജർമ്മൻകാരനായ പോയറ്റ് ബ്രോഷറ്റ് അദ്ദേഹത്തിന്റെ പ്രഗത്ഭമായ ഒരു കവിതയിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നു. Our sun is narrow. നമ്മുടെ സൂര്യൻ ഇടുങ്ങിയതാണ്. Our love is wild. നമ്മുടെ സ്നേഹം മൃഗീയമാണ്. Our youth is without youth. നമ്മുടെ യുവാക്കൾക്ക് യൗവനമില്ല. We are a nation without bonds, boundaries or protection from anyone. ആരുടെയും സംരക്ഷണമില്ലാത്ത, അതിരുകളില്ലാത്ത, പരിധികളില്ലാത്ത, നിയന്ത്രണമില്ലാത്തൊരു സംസ്കാരമാണ് നമ്മുടേത് എന്ന് പരിഹസിച്ചെഴുതിയ ആ ജർമ്മൻ പോയറ്റ്. എന്റെ സത്യവിശ്വാസികളെ, അലക്സ് കാറ്റൽ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം നൊബേൽ പ്രൈസ് നേടിയ എഴുത്തുകാരനാണ്. അലക്സ് കാറ്റൽ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, മാൻ ദ അൺനോൺ, അറിയപ്പെടാത്ത മനുഷ്യൻ. അദ്ദേഹം ഇതേ ആശയം അദ്ദേഹം എഴുതി വെച്ചു. വേറൊരു പുസ്തകമുണ്ട്, ഹ്യൂമാനിറ്റി ഓഫ് ഹ്യൂമൻ. റിനി റോബോ എഴുതിയ, നൊബേൽ പ്രൈസ് വിന്നറായ റിനി റോബോ എഴുതിയ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് സംസ്കാരമിൽ മനുഷ്യന്റെ സംസ്കാരം എന്ന തന്റെ പുസ്തകം. അത് നൊബേൽ പ്രൈസ് കിട്ടിയ പുസ്തകമാണ്. അവർ സമ്മതിച്ചു, നമ്മൾ തകരാൻ പോകുന്ന സംസ്കാരമാണ്, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ഇസ്ലാം വിജയിക്കുന്നിടത്ത് നമ്മൾക്ക് തകർച്ചയാണെന്ന് ഡിസാസ്റ്റർ അവർ പറയുന്നു. അമേരിക്ക കണ്ടെത്തിയിട്ടുള്ള സമാഹരിച്ചു വെച്ചിട്ടുള്ള ഈ സംസ്കാരം മുഴുവനും it is nothing but a disaster. ഇതെല്ലാം ഒരു തകർച്ചയുടെ സൂചകങ്ങൾ മാത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ, തകരുമെന്ന് നിബിധങ്ങൾ പറഞ്ഞ ആ സംസ്കാരം തകരുക തന്നെ ചെയ്യും. പിന്നെ വിജയിക്കുന്നത് എവിടെയാണ്? അള്ളാഹുവിന്റെ വചനമാണ് ലോകത്ത് വിജയിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ എന്തു ചെയ്യണം? ഒരൊറ്റ കാര്യം അള്ളാഹു നമ്മളോട് പറയുന്നു, ശ്രദ്ധിച്ചു കേൾക്കുക. അതാണ് ഞാൻ ആദ്യത്തിൽ ഓതി വെച്ചത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമാ ഇസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. വഅദല്ലാഹു, അല്ലാഹു തആല നിങ്ങൾക്ക് വാക്ക് തന്നിരിക്കുന്നു. ആർക്ക്? അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ സത്യവിശ്വാസം കൈകൊണ്ടവർക്ക്. വഅമിലുസ് സ്വാലിഹാത്ത്, സൽകർമ്മങ്ങൾ ചെയ്യുന്നവർക്കും അല്ലാഹുവിന്റെ വാഗ്ദാനമുണ്ട്. നമ്മൾ ഇക്കൂട്ടത്തിലുണ്ടോ എന്നൊരു പരിശോധന മാത്രമാണ് ആവശ്യം. നമുക്ക് ഈമാനുണ്ടോ? നമ്മുടെ കൈകളിലുള്ള നമ്മൾ ചെയ്യുന്നത് സൽ സ്വഭാവങ്ങളാണോ, അമലു സ്വാലിഹാത്ത് ആണോ? എങ്കിൽ ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള്, ഭൂമിയിൽ അല്ലാഹു അവരെ തന്റെ പ്രതിനിധികളാക്കാൻ ഉദ്ദേശിക്കുന്നു.
അള്ളാഹുവിന്റെ പ്രതിനിധികളായി മുസ്ലിം ഉമ്മത്ത് കടന്നു വരാൻ പോകുന്നു. ഏതുപോലെ അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയവർക്ക് നാം ഭൂമിയിൽ ഖിലാഫത്ത് നൽകിയതുപോലെ മുസ്ലിമീങ്ങൾക്ക് നമ്മളത് നൽകും. അല്ലാഹു തൃപ്തിയോടുകൂടെ പൊരുത്തത്തോടുകൂടെ അവർക്ക് കനിഞ്ഞേകിയ വിശുദ്ധമായ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഏത് രാജ്യത്തിലും അല്ലാഹു മുസ്ലിമീങ്ങൾക്ക് കൊടുക്കും. ഏക സിവിൽ കോഡ് പോലെയുള്ള മുസ്ലിമിന്റെ ശരീഅത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന നിയമങ്ങളൊന്നും വരാതെ ഈ ഉമ്മത്തിന് ദീനനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം അല്ലാഹു നൽകും. രണ്ട് കണ്ടീഷൻ: നിങ്ങൾക്ക് അല്ലാഹുവിൽ ഈമാനുണ്ടോ, നിങ്ങൾ സൽക്കർമ്മം ചെയ്യുന്നവരാണോ എങ്കിൽ. അല്ലാഹു ഇത് രണ്ടിനുമുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. നമ്മുടെ മക്കൾക്ക് അല്ലാഹു നൽകട്ടെ, തലമുറകൾക്ക് അല്ലാഹു നൽകട്ടെ. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, പേടിച്ച് ജീവിച്ചിരുന്നൊരവസ്ഥയിൽ നിന്ന് സമാധാനത്തിന്റെ അന്തരീക്ഷം അല്ലാഹു നൽകും. അങ്ങനത്തെ ഒരു കാലം മുസ്ലിമിന് അല്ലാഹു നൽകുന്നുണ്ട്. രണ്ട് വിഷയം ശ്രദ്ധിച്ചാൽ: ഈമാൻ ഖൽബിൽ ഉറക്കുക, യുക്തിവാദത്തിലേക്ക് പോവാതെ, നിരീശ്വരവാദത്തിലേക്ക് പോകാതെ, ശിർക്ക് വാദങ്ങളിലേക്ക് പോകാതെ, അള്ളാഹുവിന്റെ തൗഹീദിൽ അടിയുറച്ചു നിൽക്കുമ്പോൾ, അമലു സ്വാലിഹാത്ത് ചെയ്ത് ജീവിക്കുമ്പോൾ, സൽക്കർമ്മം ചെയ്ത് ജീവിക്കുമ്പോൾ അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരുന്നു. യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ, എനിക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ഒരു സമൂഹം, എന്നിൽ പങ്കുകാരെ ചേർക്കാതെ, ബഹുദൈവ ആരാധന ചെയ്യാതെ ഏകനായ അല്ലാഹുവിനെ ആരാധിച്ച് ജീവിക്കുന്ന കാലം. വമൻ കഫറ ബഅദ ദാലിക് ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. അവിശ്വാസത്തിലേക്ക് പോകാതെ മുസ്ലിം ഈമാനിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നാം അവർക്ക് വിജയം തരും, അവർക്ക് വിജയം തരും. 1.5 ലക്ഷത്തോളം വരുന്ന സൈന്യവുമായി മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു നഹ്റുദ്ദം, ചോരയുടെ പുഴ എന്ന് പറയുന്നൊരു യുദ്ധം നടന്നിട്ടുണ്ട് റോമക്കാർക്കെതിരെ. 18,000 സൈന്യവുമായി ന്യൂനപക്ഷമായിരിക്കെ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു 1.5 ലക്ഷത്തോളം വരുന്ന ആളുകളുമായി 18,000 മുഅ്മിനീങ്ങളുമായി നടത്തിയ നഹ്റുദ്ദം എന്ന് പറയുന്ന യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു ശപഥം ചെയ്തു: അല്ലാഹുവേ, നിനക്ക് വേണ്ടി ഞാൻ ഈ ദീനിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവേ, ജീവനെ പേടിയില്ലാതെ നിന്റെ ദീനിനെ ത്യാഗം ചെയ്യാൻ 18,000 ആളുകളുമായി 1.5 ലക്ഷത്തോളം വരുന്ന റോമൻ പടയോട് ഞങ്ങൾ പടവെട്ടാൻ പോകുന്നു. നീ ഞങ്ങളെ സഹായിക്കണം തമ്പുരാനെ എന്ന് മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ റബ്ബിനോട് ദുആ ചെയ്ത് നീങ്ങിയ മുന്നേറ്റമാണ്. വിജയമല്ലേ ഉണ്ടായത്? വിജയിച്ചു ഖാലിദ് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്: അജ്സത്തിൻ നിസാഉ അൻ യുൻഷിന മിത്ല ഖാലിദ്. ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ മക്കളെ പ്രസവിക്കാൻ എന്തേ നമ്മുടെ പെണ്ണുങ്ങൾക്ക് കഴിയാതെ പോയതെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖാലിദ് ഇബ്നു വലീദ് തങ്ങളെ പോലെയുള്ള ചുണക്കുട്ടികൾ എന്തേ നമുക്കില്ലാതെ പോയത്? കുരിശ് യോദ്ധാക്കൾ കടന്നു വന്നപ്പോ ത്യാഗം സഹിച്ച് ഖുദ്സിന്റെ മോചനത്തിന് വേണ്ടി ഒരു ദിവസം പോലും കടന്നുറങ്ങാതെ, ജീവിതത്തിൽ ഒരിക്കലും ചിരിക്കാതെ, എങ്ങനെയാണ് ഞാൻ ചിരിക്കുന്നത്? ഖുദ്സ് കരയുമ്പോൾ, അല്ലാഹുവിന്റെ മസ്ജിദുൽ അഖ്സ കരയുമ്പോൾ എങ്ങനെ ഞാൻ ചിരിക്കുമെന്ന് പറഞ്ഞ സ്വലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി ഖുദ്സിന്റെ വിജയം നേടിയെടുത്തത് ആൾബലത്തിലല്ല, സംഘശക്തിയിലല്ലായിരുന്നല്ലോ. മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു യർമൂക്കിലൂടെ ഷാമിൽ തമ്പടിച്ചിരുന്ന റോമൻ സൈന്യത്തെ ആകമാനം ഉന്മൂലനം ചെയ്യാനുള്ള ഏറ്റവും വലിയ ത്യാഗം മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു ചെയ്യുമ്പോ അന്ന് റോമൻ സൈന്യം 3 ലക്ഷമായിരുന്നു. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ആളുകൾ 36,000. അതിൽ 1000 സ്വഹാബിമാർ, 100 പേർ ബദരീങ്ങളായ സ്വഹാബിമാരായിരുന്നു. യർമൂക്ക് യുദ്ധം നടക്കുമ്പോ അവിടെയാണ് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഉമർ അൽ ഫാറൂഖ് തങ്ങളോട് പറഞ്ഞത്: ഉമർ അൽ ഫാറൂഖ് എന്നവരെ, ഞങ്ങൾക്ക് ഇവിടെ നേരിടാൻ കഴിയില്ല, ഞങ്ങൾക്ക് ഇവരെ നേരിടാൻ കഴിയില്ല ഫാറൂഖ് എന്നവരെ.
3 ലക്ഷം വരുന്ന ആളുകളുമായി 36,000 വരുന്ന സൈന്യവുമായി എങ്ങനെയാണ് ഞങ്ങൾ പോരാടുക? ഞങ്ങൾ മദീനയിലേക്ക് തിരിച്ചു പോരട്ടെയോ എന്ന് ഒരു ചെറിയ സംഘമായിരിക്കെ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു സൈന്യാധിപനല്ല, സൈന്യാധിപൻ ഖാലിദ് റളിയല്ലാഹു അൻഹുവാണ്. ഉമർ തങ്ങളോട് ചോദിച്ചു, ഫാറൂഖ് എന്നവരെ, നിങ്ങൾ സമ്മതം തന്നാൽ ഞങ്ങൾ 36,000 ആളുകൾ 3 ലക്ഷവുമായി എങ്ങനെ പടവരുതും? അപ്പോഴാണ് മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അബൂ ഉബൈദ, ഒന്നോർക്കണേ അബൂ ഉബൈദ, ശക്തിയും ആൾബലവുമാണ് നമ്മുടെ ശക്തിയെങ്കിൽ നാം ഒരു യുദ്ധവും വിജയിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. നമ്മുടെ ശക്തി അള്ളാഹുവാണ്. അള്ളാഹുവാണ് നമ്മുടെ ശക്തിയെങ്കിൽ ഭൂമി ആകെ നിറയെ മുസ്ലിമിന് ശത്രുക്കളാണെങ്കിൽ തന്നെയും അള്ളാഹു നമുക്ക് വിജയം തരും. അതുകൊണ്ട് അബൂ ഉബൈദ, അതുതീഉനി ഫീമാ അമുറുക്, ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യാൻ ഒരുക്കമാണോ? ഞാൻ ഒരുക്കമാണ് ഖാലിദേ. നഅം, എന്നാൽ എന്റെ പിന്നിൽ അണിനിരന്നോളൂ. ഈ ഉമ്മത്തിന്റെ സൈന്യത്തിന്റെ മധ്യത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ആരെ പറ്റിയാണോ അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമൂഹത്തിന്റെ വിശ്വസ്തൻ എന്ന് പറഞ്ഞത് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ, നിങ്ങൾ സൈന്യത്തിന്റെ മധ്യത്തിൽ നിൽക്കുക. അമാനത്ത്, വിശ്വസ്തത. ഈ സൈന്യത്തിന്റെ വലതുഭാഗത്ത് നേതൃത്വം കൊടുക്കേണ്ടത് അഅലമുൽ ഉമ്മത്തി ബിൽ ഹലാൽ വൽ ഹറാം, ഹലാലും ഹറാമും ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ പഠിച്ചെടുത്ത ആളെന്ന് മുത്തനബി തങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്ത മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, അഅലമുൽ ഉമ്മത്തി ബിൽ ഹലാൽ വൽ ഹറാം, ഈ ഉമ്മത്തിൽ ഹലാലും ഹറാമും നോക്കുന്ന ആളുകൾ, അവരുടെ നേതാവ് മുആദ് ഇബ്നു ജബൽ എന്നവർ സൈന്യത്തിന്റെ വലതുഭാഗത്ത് നിൽക്കട്ടെ. സൈന്യത്തിന്റെ ഇടതുഭാഗത്ത് ബത്വലുൽ ഉമ്മ, ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഹീറോ എന്നറിയപ്പെടുന്ന ഖബാസ് ഇബ്നു അശ്യം റളിയല്ലാഹു അൻഹു, ഈ സൈന്യത്തിന്റെ ഇടതുഭാഗം നിൽക്കട്ടെ. ഈ സൈന്യത്തിന്റെ മുൻനിരയിൽ പടയോട്ടം നടത്താൻ ഹാഷിം ഇബ്നു ഉത്ബത്ത് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു നിൽക്കട്ടെ. കുതിരപ്പടകൾക്ക് നേതാവായി ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു നിൽക്കട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ പകരമിറങ്ങാനുള്ള സബ്സ്റ്റിറ്റ്യൂട്ടായി നിർത്തുന്നത് സ്വർഗത്തിലേക്ക് പോകുന്ന സുഹാബി എന്ന നബി തങ്ങൾ പറഞ്ഞ സഈദിൻ എന്ന സഈദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു അബുൽ അഅവർ, അവര് പകരക്കാരനായി നിൽക്കട്ടെ. സൈന്യം മുന്നേറുകയാണ്. 3 ലക്ഷം വരുന്ന ആളുകളിൽ 1,20,000 ആളുകൾ ഇസ്ലാമിന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി കീഴടങ്ങുകയും 80,000 ആളുകളെ ചങ്ങലകൾ ബന്ധിക്കപ്പെടുകയും ചെയ്ത പ്രഗത്ഭമായ വിജയം ഖാലിദ് റളിയല്ലാഹു അൻഹു വരിച്ചത് മുസ്ലിം ഉമ്മത്തിന്റെ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ആദരസൂചകമായ അഭിമാനമായ വസ്തുതയാണ്. ഈ ഉമ്മത്തിന്റെ വിജയം അങ്ങനെയാണ്. അമീനു ഹാദിഹിൽ ഉമ്മ, മുസ്ലിം ഉമ്മത്തിൽ വിശ്വസ്തതയുണ്ടാകുമ്പോൾ, അമീനാരാകുമ്പോ നമ്മുടെ അയൽപക്കങ്ങളിൽ വിശ്വസ്തതയുണ്ടാകുമ്പോ, കുടുംബങ്ങളിൽ വിശ്വസ്തതയുണ്ടാകുമ്പോ, നമ്മുടെ കച്ചവട ഇടപാടുകളിൽ വിശ്വസ്തതയുണ്ടാകുമ്പോ, നമ്മുടെ വാക്കുകൾക്ക് വിശ്വസ്തതയുണ്ടാകുമ്പോ, നമ്മൾ വഞ്ചിക്കാതിരിക്കുമ്പോ ഉമ്മത്തിന് വിജയമുണ്ട്. അതുകൊണ്ടാണ് അമീനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ വിശ്വസ്തൻ കിടക്കണം. ഉമ്മത്തിന്റെ വിശ്വസ്തൻ സൈന്യത്തിന്റെ മധ്യത്തിൽ കിടക്കട്ടെ. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു സൈന്യത്തിന്റെ മധ്യത്തിൽ. പിന്നെ വേണം അഅലമുഹും ബിൽ ഹലാലി വൽ ഹറാം, ഈ ഉമ്മത്ത് ഹലാലും ഹറാമും നോക്കി ജീവിച്ചാൽ, ഹലാലായ സമ്പാദ്യം മാത്രം, ഹറാം എനിക്ക് വേണ്ട, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യില്ല, അള്ളാഹുവിന് പൊരുത്തമുള്ളതേ ഞാൻ ഉടുക്കൂ, ഞാൻ കഴിക്കൂ, ഞാൻ ഭക്ഷിപ്പിക്കൂ, ഞാൻ എടുക്കൂ, ഞാൻ സമ്പാദിക്കൂ എന്ന് നിശ്ചയമുണ്ടെങ്കിൽ ഉമ്മത്തിന് വിജയമുണ്ട്. ധീരമായ മുന്നേറ്റം നടത്താൻ കഴിയുന്ന ഖബാസ് ഇബ്നു അശ്യം റളിയല്ലാഹു അൻഹുവിന്റെ ധീരത ഈ ഉമ്മത്തിനുണ്ടെങ്കിൽ 53 മില്യൺ കുഞ്ഞുങ്ങൾ ഈ അടുത്ത് ഭ്രൂണത്തിലൂടെ ഹത്യ ചെയ്യപ്പെട്ടിട്ടുണ്ട് പാശ്ചാത്യ നാടുകളിൽ. 53 മില്യൺ കുഞ്ഞുങ്ങൾ വ്യഭിചാരത്തിലൂടെ ഗർഭധാരണമുണ്ടായിട്ട് ഗർഭം അലസിപ്പിച്ച 53 മില്യൺ. സുബ്ഹാനല്ലാഹ്, എത്രയാണത്? 53 മില്യൺ കുഞ്ഞുങ്ങൾ. വ്യഭിചാരത്തിൽ ജനിക്കുന്ന മക്കൾ വർദ്ധിക്കുന്ന കാലം അന്ത്യനാളിന്റെ മുമ്പിലുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിവാഹം വേണ്ട എന്ന് പറയുന്ന പാശ്ചാത്യൻ സംസ്കാരം ഇതൊക്കെ അല്ലാഹു വെച്ചു നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? കുടുംബ ബന്ധങ്ങൾക്ക് വിലയില്ലാത്ത കാലം.
സ്വന്തം ചോര ബന്ധമുള്ള ആളുകളെ വിവാഹം കഴിക്കുന്ന കാലം, സ്പേം ബാങ്കുകളിൽ പോയിട്ട് ഏത് പുരുഷന്റെയും സ്പേം സ്വീകരിച്ച് ഗർഭം ധരിച്ച് ഏത് കുഞ്ഞിനും വാപ്പയില്ലാതെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന ഒരു പാരമ്പര്യം പാശ്ചാത്യ നാടുകളിൽ കടന്നു വന്നിരിക്കുന്നു. ഈ ഒരു സംസ്കാരത്തെ അവരുടെ ആളുകൾ തന്നെ, ഇംഗ്ലീഷുകാരനായ എഴുത്തുകാരൻ ആസ്ബോൺ, അദ്ദേഹത്തിന്റെ ലോകപ്രസിദ്ധമായൊരു പ്രഖ്യാപനമുണ്ട്. We are dead. ഞങ്ങൾ മരിച്ചവരാണ്. Drunk and losers. ഞങ്ങൾ കള്ളുകുടിയന്മാർ, ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടവർ. We are intoxicated. ഞങ്ങൾ മയക്കുമരുന്നിന് അടിമകൾ. Mad and stupid. ബുദ്ധിയില്ലാത്തവർ, യുക്തിയില്ലാത്തവർ. And mean. ഞങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് ഏതെങ്കിലും ഒരു എഴുത്തുകാരനല്ല പറഞ്ഞത്. തന്റെ ഈ പരിപാടിയിൽ 6 മില്യൺ 60 ലക്ഷത്തോളം പാശ്ചാത്യന്മാർ സമ്മേളിച്ച ഒരു മഹാസമ്മേളനത്തിൽ വെച്ചാണ് എഴുത്തുകാരനായ അസ്ബോൺ ഞങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് പ്രഖ്യാപിച്ചത്. നമ്മൾ പറയാ അവർ വലിയവരാണെന്ന്. നമ്മുടെ മക്കൾ ഹിജാബ് വലിച്ചൂരി നടക്കുക, നമ്മുടെ കുട്ടികൾ അവർ കൊടുത്തുവിടുന്ന മ്യൂസിക്കുകൾ, റാപ്പ് മ്യൂസിക്കുകൾ, വെസ്റ്റേൺ മ്യൂസിക്, അതിനടിമകളായി നമ്മുടെ മക്കൾ മാറുന്നത്. സുബ്ഹാനല്ലാഹ്. ലോകത്ത് ബുദ്ധിയുള്ള സർവ്വ ആളുകളും ഈ സംസ്കാരത്തെ തള്ളിപ്പറഞ്ഞവരാണ്. മുസ്ലിം പറയുമ്പോൾ പറയും അവർ ഇസ്ലാമിന്റെ വീക്ഷണം മാത്രം പറയുകയാണ്. ഞാൻ ഇനി പറയാൻ പോകുന്നത് കുറച്ച് എഴുത്തുകാരെ സംബന്ധിച്ചാണ്. അതായത് ജെയിംസ് പച്ചേഴ്സൺ, അതുപോലെ തന്നെ ഡൈസർ ജം, 2 പ്രഗത്ഭരായ എഴുത്തുകാർ. അവര് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, The Day America Admitted the Reality. അമേരിക്കൻ സംസ്കാരം യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ദിവസം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ന്യൂയോർക്കിൽ 1991 പബ്ലിഷ് ചെയ്ത ഈ പുസ്തകം ഡോക്ടർ മഹ്മൂദ് സഊദ് അൽ ബിഷർ, അദ്ദേഹം അത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. ലോകത്തെ വിവിധ ഭാഷകളിലേക്ക് അത് വിവർത്തനം ചെയ്യപ്പെട്ടു. അവര് പറയാ ഞങ്ങൾ ഒന്നിനും കൊള്ളാത്ത സംസ്കാരം, ഞങ്ങൾ മതം വേണ്ടെന്ന് പറഞ്ഞു, പടച്ചവനില്ലെന്ന് പറഞ്ഞു, ഡാർവിനാണ് ദൈവമെന്ന് പറഞ്ഞു, ഞങ്ങൾ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവില്ലെന്ന് പറഞ്ഞു, ബിഗ് ബാങ് ഉണ്ടെങ്കിൽ എന്തിനാണ് ദൈവം എന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഒന്നിനും കൊള്ളാത്തവരെന്ന് ലോകപ്രസിദ്ധരായ എഴുത്തുകാർ. വേറൊരു പുസ്തകമുണ്ട്, ആൻഡ്രൂ ചപ്പേരോ എഴുതിയൊരു പുസ്തകമുണ്ട്, We the number one power. ഞങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞ് Where does America stand and where it will be fall? Where it will fall in the new world order. ലോകത്തെ ഒരു പുതിയ ഭരണക്രമം വരുന്നുണ്ട്. അമേരിക്കയുടെ തകർച്ച എവിടെയാണ്, അമേരിക്ക ഇപ്പോൾ നിൽക്കുന്നത് എവിടെയെന്ന് ലോകപ്രസിദ്ധനായ ആൻഡ്രൂ ചപ്പേരോ എഴുതിയ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം 92 പബ്ലിഷ് ചെയ്യപ്പെട്ടു. ഗൾഫ് യുദ്ധം നടക്കുന്ന സമയം അദ്ദേഹം ഉണർത്തി പറഞ്ഞു ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്.